ജോഷേട്ടാ, ഈ പ്ലാവിന്റെ ഈ മേളിലേക്കൊന്നും ചക്കയില്ലാണ്ട് ഈ തടിയിൽ ഈ താഴ്ഭാഗത്ത് മാത്രം ഈ ചക്കയെല്ലാം കൂടെ വിരിഞ്ഞേക്കുന്നതിന്റെ ഗുഡൻസ് തന്നെ അത് ചെറിയൊരു നമ്മളൊരു ട്രിക്ക് പ്രയോഗിച്ചതാ. ഒരു പ്രയോഗിച്ചോ? ട്രിക്ക് പ്രയോഗിച്ചു. ഇത്രേ ഉള്ളൂ, വേറെ സിമ്പിളാ. സിമ്പിള്. നമ്മളെ പച്ചച്ചാണകമില്ലേ? പച്ചച്ചാണകം. പച്ചച്ചാണകം നമ്മള് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴയ്ക്കുക, കുഴമ്പ് രൂപത്തിലാക്കുക. കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മളിത് തടിയെ വെച്ച് കിട്ടി തടിയുടെ പൊക്കത്തിലായിട്ട്, അതായത് നമ്മളൊരു ശകലം കോണിക്ക് കയറിയിട്ടൊരു ചെറിയൊരു പൊക്കത്തിലായിട്ട് ഈ പച്ചച്ചാണകം വലിച്ചു കെട്ടി വെക്കും. അപ്പൊ ഈ ചാണകം ഈ ചാക്ക് വരിഞ്ഞ് കെട്ടി വെക്കണം. ചാക്ക് വേണമെന്നില്ല, ഒരു നമ്മളെ പഴയൊരു തുണി. അതേ ഒരു നമ്മുടെ വൈഫിന്റെ സാരി ആയാലും മതി. ചാണകം എന്തൊരു അളവ് വേണമെന്ന് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഈ തടിയുടെ ചുറ്റും പ്രത്യേകിച്ച് ഇതിനെ തുണി താഴേക്ക് പോകാണ്ട് വരിഞ്ഞ് കെട്ടി വെക്കണം. അപ്പൊ ഏത് സമയത്താ കെട്ടി വെക്കുന്നത്? നമ്മളൊരു ത്രാമഴ പെയ്യല്ലേ? അപ്പൊ ഈ ത്രാമഴ പെയ്യുമ്പം ഇതിന്റെ ഈ ചാണകം മുഴുവൻ തടിയേക്കൂടെ ഒലിച്ചിറങ്ങണം. അപ്പൊ അതാ അതിന്റെ ഉദ്ദേശം. അതെ. അപ്പൊ ഈ ചാണകത്തിൽ ഹോർമോൺ വല്ലതും ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ചാണകത്തിൽ സ്വതവേ ഈ ഹോർമോൺ ഈ എത്തിപ്പോൺ പോലെയുള്ള സംഭവം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ ഈ തടിയേക്കൂടെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ഒലിച്ചിറങ്ങി പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ അത് കഴിയുമ്പോ ത്രാമഴ കഴിയുമ്പോ മൊത്തം ചക്ക പൊട്ടി വരികയും മൊത്തം ചക്ക നമുക്ക് ചോട്ടി കിട്ടും. മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല, ഒരു ഏണിയുടെ ആവശ്യമില്ല. ഈ പ്ലാവിലൊരു 10-40 ചക്ക ഉണ്ടല്ലോ, 10-40 ചക്ക വിരിച്ചിട്ടുണ്ട്. മുകളിലോട്ടൊന്നും താഴെ ഇതിന്റെ ഈ ചാണകം വെച്ച് കെട്ടിയതിന്റെ അടിയിലേക്കേ ഉള്ളൂ. അവിടെ പിന്നെയും വിരിയുന്നുണ്ട്. അപ്പൊ ഇനിയും വിരിയുന്നുണ്ട്. അപ്പൊ ഇത് ഏതാണ്ട് ഒരു മാർച്ച് ഏപ്രിൽ മാസം വരെ ഈ വിരിച്ചിൽ തുടരുത്. മാത്രമല്ല, നമുക്കിത് മഴക്കാലം കഴിഞ്ഞാലും നമുക്ക് ചക്കയും കിട്ടും. അപ്പൊ ഇത് ഏതാണ്ട് ഒരു 5-6 മാസം ഓക്കെയാ. നമുക്ക് 8 മാസം കിട്ടും. അപ്പൊ അതിന് ഭയങ്കര അറിവാട്ടോ. പിന്നെയും വിരിഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഈ തടിയേക്കൂടെ ചാണകം ഒലിച്ചിറങ്ങുന്നതാണ് അതിന്റെ പ്രധാന സംഭവം. അതെ. അപ്പൊ ചാണകം ഒലിച്ചിറങ്ങണം. ഒലിച്ചിറങ്ങണം. ത്രാമാസത്തെ മഴ പെയ്യുമ്പം ചാണകം ഒലിച്ചിറങ്ങിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഒരു എത്തിപ്പോണും ചേർക്കണ്ട, ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഈ അറിവ് എവിടുന്നാ കിട്ടിയേ? ഇത് നമ്മളിപ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞുള്ള അറിവാ. അപ്പൊ ജോഷിച്ചേട്ടൻ ഇയാണ്ടാണോ പരീക്ഷിച്ചത്? അല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പരീക്ഷിച്ചായിരുന്നു. അതിന്റെ പഴയ ഇതുണ്ടോ കിടക്കുന്നുണ്ടോ? അപ്പൊ ഈ ചക്ക വിരിഞ്ഞതിന്റെ ആ തണ്ട അവിടെ നിൽക്കുന്നു. ഉണങ്ങി നിൽക്കുന്നു. എല്ലാരും പറയും തണ്ട് കട്ട് ചെയ്ത് കളയണം, എന്നാലേ വേറെ ചക്ക ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്നും ഒരു കട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല, ഒരു ആവശ്യമില്ല. ചാണകം വെച്ച് കെട്ടിന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ വെച്ചൂർ പശുവിന്റെ ആണോ ജേഴ്സി പശുവിന്റെ ആണോ, ഏതാ ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടന്റെ വീട്ടില് വെച്ചൂർ പശു ഉണ്ടായിരുന്നു. വെച്ചൂർ പശു ഉണ്ട്. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചാണകം ശേഖരിച്ചു എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി. എന്നിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് നമ്മളൊരു വൈഫിന്റെ സാരി എടുത്ത് വെച്ചിട്ട്, പഴയ സാരി ഉപയോഗിച്ച് എടുത്ത് വെച്ചിട്ട് അതങ്ങോട്ട് വരിഞ്ഞ് കെട്ടി. അന്നേരം ഇത് പിന്നെ മഴ പെയ്തപ്പോ താഴോട്ടിറങ്ങി. അപ്പൊ വെച്ചൂറിന്റെ ചാണകം ഉപയോഗിച്ചത്. വെച്ചൂർ പശുവിന്റെ ചാണകം എന്ന് പറയുമ്പോ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഓക്ക കൊടുക്കാറില്ല. ഇല്ല, അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല. ഇല്ല, ചേട്ടൻ ആകപ്പാടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊടുക്കും. കഞ്ഞിവെള്ളം കൊടുക്കും. കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കും. ഇവനെ പുല്ലും കൊടുക്കും. കുറച്ച് പുല്ലും കൊടുക്കും. അത്രയും പരിപാടിയുള്ളൂ. ആട് തിന്നുന്നതിന്റെ. അപ്പൊ അതിന്റെ അകത്ത് ഇതിന്റെ ബാക്ടീരിയകളും എല്ലാം കൂടുതലുണ്ട്. ഈ വെച്ചൂർ പശുവിന്റെ ഒരു പ്രത്യേകത, ഒരു ആടിന്റെ തീറ്റ മതി, ഒരു ചെറിയ ആകപ്പാടെ ഒരു 2-3 കിലോ കിട്ടിയാൽ മതി. പക്ഷെ ചാണകം എന്ന് പറയുന്നത് ഭയങ്കര ഗുണമുള്ള സാധനം. അതിന് മൂത്രത്തിനും ഗുണമുണ്ടെന്ന് പറയുന്നത് ചാണകവും ഗുണമുണ്ട്. മൂത്രം നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അതിന്റെ ഗുണം നമ്മൾ നോക്കിയിട്ടില്ല. ചാണകം കിട്ടിയപ്പോ ഇങ്ങനെ ചക്കയുണ്ടായി. ഇങ്ങനെ പ്ലാവ് ചക്ക കൊലകത്തി കായ്ക്കണമെന്നുണ്ടെങ്കിൽ നാടൻ പശുവിന്റെ ചാണകം തന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് തന്നെ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ എന്ന് ഇപ്പം ജോഷിച്ചേട്ടൻ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചത് വെച്ചൂർ പശുവിന്റെ ചാണകമാണ്. വെച്ചൂർ പശുവിന്റെ നാടൻ പശുവിന്റെ ചാണകം തന്നെ ഉപയോഗിച്ചത്. അപ്പൊ അത് ഇവിടെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പലരും പറയുന്നത് ഈ നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഈ പൂർണ്ണമായ റിസൾട്ട് കിട്ടുള്ളൂ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ. അപ്പൊ അത് ഇവിടെ തെളിഞ്ഞല്ലോ.
ഇവിടെ നമുക്ക് അപ്പൊ ജോലിച്ചേട്ടന്റെ ഈ പ്ലാവ് മുഴുവൻ കൊലകുത്തി കായ്ച്ചു കിടക്കുമല്ലോ. ഇനിയും ചക്ക ഓരോന്നോരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കുഞ്ഞു പിന്നെ സൂപ്പർ വരിച്ചക്കയാണോ? വരിക്കച്ചക്കയാണോ? ഇത് വിളയുമ്പോ ഒന്ന് വിളിക്കണേ. ഞങ്ങൾക്ക് വരിക്കച്ചക്ക ഞങ്ങളുടെ അവിടെ കുറവാണ്. ചേട്ടനെ പിന്നെ വിളിക്കാതിരിക്കുക എന്നെ ചോദിക്കുക. എന്തോ ഇതന്നെ ഈ പ്ലാവിന് ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ചക്കയുടെ പരിപാടിയാണ്. ബിനോയ്ക്ക് ചക്ക കച്ചവടം ഉണ്ടോ? ഞാൻ എല്ലാ കൊല്ലവും ഡെയിലി ഓരോ പിക്കപ്പിന് ചക്ക മേടിച്ച് കൊടുത്തോണ്ടിരുന്ന. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ഇവിടെ ഒന്നും അങ്ങോട്ട് ശരിക്കും ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. തന്നെ അല്ല വിലയും കൂടില്ല പറമ്പിൽ. എന്നാ വിലയുണ്ട് ഇപ്പം? ഇപ്പം ഞങ്ങൾ ഇത് കണ്ടോ, ഈ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ വഴി മുട്ടും, നിലത്ത് മുട്ടും. ഇതിപ്പോൾ ഇത്തിരി ചെറുതാ, ഒരു 3 കിലോ ഈ ഒരു ചക്ക കാണുകയുള്ളൂ ഇപ്പം നിലവിൽ. അതൊരു 40 കിലോ വരെ തൂങ്ങും. അത്രയും വലുതാ? കഴിഞ്ഞാൽ അത്രയും വലുതാ? വാളിച്ചക്ക എന്ന് പറഞ്ഞ ചക്ക വരിക്ക, നല്ല ഒന്നാം തരം തേൻ വരിക്ക. ആണോ? അത്രയും നീളം വെക്കുന്ന ചക്കയാ അല്ലേ? ഈ ഇവിടെ മുട്ടിയാലും പിന്നെയും പിടന്നു കിടക്കും. ഓ അത് ശരി. അത് കൂടെ മുതലായത്. അപ്പൊ നമുക്ക് തൂക്കത്തിനാണോ വില കിട്ടുന്നത് അല്ലെങ്കിൽ എണ്ണത്തിനാണോ? എണ്ണത്തിനാണ് തരുന്നത്. എണ്ണത്തിനാ തരത്തുള്ളൂ, അല്ലാണ്ട് തൂക്കത്തിന് തരത്തില്ല. ഇല്ല അവരവിടെ പെരുമ്പാവൂർ 15,000 രൂപ വിലയുണ്ട് ടെന്നിന്. 1000 കിലോയ്ക്ക് 150 രൂപ വെച്ചാൽ അവർക്ക് കിട്ടും. തൂക്കത്തിന് അവർക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ഒരെണ്ണത്തിന് 40 രൂപ വെച്ചാൽ നമുക്ക് വരും. അപ്പൊ നമ്മളെ പറ്റിക്കാതെ നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മതി, അവര് പറിച്ചോണ്ട് പോക്കോളൂ അല്ലേ? പറിക്കുന്നു, ചുമക്കുന്നു, കയറ്റുന്നു, കൊണ്ടുപോകുന്നു. നമ്മളൊന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. ചുമ്മാ പ്ലാവ് കാണിച്ചു കൊടുത്താൽ മതി, ആ എണ്ണത്തിനുള്ള പൈസ കിട്ടും. അത്രേ ഉള്ളൂ. ബിനോയ്ക്ക് എന്നാ കിട്ടും? എന്നാലും നമുക്ക് പറമ്പിലൊരു 20 രൂപ വെച്ച് ഞാൻ കൊടുക്കും, ഒരു 20 രൂപ വെച്ച് ഞാനും കൊടുക്കും. അത് കൊള്ളാലോ. ഉടമസ്ഥന് 20 രൂപ കിട്ടും. ഉടമസ്ഥന് 20 രൂപ കിട്ടും. പരിധിയാരി പോകുന്നതല്ലേ, വെറുതെ പോണതാ. ചുമ്മാ പോകുന്നല്ലേ. അപ്പം 20 രൂപ ബിനോയ് എടുക്കും. 20 രൂപ ഞാൻ എടുക്കും. അത് നല്ല ബിസിനസ് ആണല്ലോ. അത് 10,000 രൂപക്കൊക്കെ പണിയാം ധൈര്യമായിട്ട്. എല്ലാ ദിവസവും ഇല്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഈ വർഷം ചക്ക ഇല്ലല്ലോ, അതിനെ പറ്റി അങ്ങനെ. എനിക്കിപ്പോ പറമ്പിൽ കൂടെ പോകാനും പറ്റിയല്ലോ, കാല് വയ്യാത്തതുകൊണ്ട്. ഈ ഒരേ പറമ്പിൽ കൂടെ പോയി ഇപ്പം നമ്മൾ പ്ലാവ് കണ്ടുവച്ച് ചക്ക ഷേപ്പ് വേണം, ഒന്ന് നിറം വ്യത്യാസം ഉണ്ടെങ്കിൽ എടുക്കല. അന്നേരം ഈ പെരുമ്പാവൂരുകാരെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കച്ചവടം നടന്നില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോയച്ചാൽ, അല്ലെ എൻ്റെ മുതലാളിയുടെ വണ്ടിയുണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് ഈ കാല് വയ്യാത്തതുകൊണ്ട്. പോയി കണ്ടച്ച ഇമാരെ വിളിക്കും, വരും. ഇന്നലെ ഒരു ലോഡ് ചക്ക പറിച്ചു കൊടുത്തു, ഒറ്റ ലോഡ് 12,000 രൂപയ്ക്ക് പണിതു. ഇടിച്ചക്കയായിട്ടല്ലേ കൊണ്ടോണേ? ഇടിച്ചക്കയല്ല, അത്യാവശ്യം മൂത്ത ഒരു 5-6 ഞാനും എടുക്കും. മൂത്ത് ചക്കയും കൊണ്ടുപോകും. നമ്മളൊരു കടയിൽ പോയി 1 കിലോ ചക്ക മേടിക്കണം എന്നുണ്ടെങ്കിൽ 60 രൂപ 80 രൂപയ്ക്കാ കിലോയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് എന്നാ അക്രമം? ഇത് അക്രമം എന്ന് പറഞ്ഞാൽ അതിക്രമം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചക്കയ്ക്കാ നമുക്ക് 40-50 തരുന്നേ. എന്റെ വീട്ടിലെ പ്ലാവിന് ഞാൻ 15 കൊടുത്തു. അല്ല 40-50 തരുന്നില്ലല്ലോ, അവർ 20 രൂപയ്ക്ക് കൂടെ തരുന്നില്ല. 20 രൂപ ബിനോയ് എടുക്കും. അല്ല എനിക്ക് ഞാൻ മൊത്തം പൈസ എടുത്തിട്ട് ഞാനല്ലേ പറമ്പിൽ പൈസ കൊടുക്കും. അതാ ചോദിച്ചേ. അപ്പൊ ഇത് ഭയങ്കര അക്രമല്ലേ? അതെ, കിലോയ്ക്ക് 40 രൂപ 50 രൂപ വിലയുണ്ടെന്നേ. അപ്പൊ നമുക്ക് നേരിട്ട് കൊടുക്കാനുള്ള പരിപാടി വല്ലതും പറ്റുമോ? കൊടുക്കണമെങ്കിൽ നമ്മള് അങ്ങനെ അതിനുള്ള ജാലി പിടിക്കണം. നമുക്ക് ആ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ? അത് തുടങ്ങിയാൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചുളയ്ക്ക് 2 രൂപ വെച്ച് കിട്ടും. ഒരു ചുളയ്ക്ക് ഞാൻ കൊണ്ടുപോയി വിറ്റതാ തമിഴ്നാട്ടില്. ആണോ? കമ്പത്ത്. ഡൽഹി കൊണ്ടുപോയി കഴിഞ്ഞാൽ 25 രൂപ ഉണ്ടെന്ന് പറഞ്ഞേ ചുളയ്ക്ക്. ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു ബിസിനസ് തുടങ്ങിയാലോ? ഡൽഹിക്ക് പോകണമെങ്കിൽ 3500 കിലോമീറ്റർ വണ്ടി ഓടണം, പിക്കപ്പേ കയറ്റിക്കൊണ്ട് പോകണം. ഇസും സാധനമൊക്കെ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ല അവിടുത്തെ എല്ലുമ്പോൾ തന്നെ ഈ സാധനം പോകും. റേഷൻ കടയിലെ പണി വേണമെന്ന് വെച്ചിട്ട് റേഷൻ കടയിലെ പണി ഞാൻ കളയാല. അപ്പൊ റേഷൻ കട പണി കളയാതെ എങ്ങനെയാ നമുക്ക് ഡൽഹി കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ 4 ദിവസത്തെ അവധിയല്ലേ ഉള്ളൂ. അവധി എടുക്കാം. അതൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോ 3 മാസത്തിന് കടയിൽ പോയില്ലല്ലോ. പകരം ആളെ വെച്ചു. പകരം ആളെ ഒരുത്തം വന്ന് കയറി, അവനെ ആർക്കും ഇട്ടുമില്ല. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ കടയിൽ ആൾ വരുന്ന അഗ്രീഗിരി വർത്താനം പറയും. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയും, അവന് പൂസാണോ? പൂസെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മുതലാളി അന്നേരം 100 രൂപ എടുത്ത് വിട്ടു പൊക്കാൻ പറയും. ഒട്ട വിളിച്ചോ, വീട്ടിൽ പൊക്കും, നിൽക്കണ്ട, ഇല്ലേ വണ്ടിയെ കയറിക്കും. പുള്ളി കട താത്ത പോലും ഇല്ല, എന്നെ വീട്ടിൽ കൊണ്ടുവിടും. ഉച്ചയ്ക്ക് ചോറിനാൻ കൊണ്ടുവിടും, വൈകുന്നേരം കട അടിച്ച് കഴിയുമ്പോൾ എന്നെ കൊണ്ടുവിടും. അതുകൂടെ മുതലാളിയാണ്. പിന്നെ എൻ്റെ മുതലാളിനെ ഞാൻ പോവോ? എന്നാൽ പിന്നെ വിടണ്ട. വിടിയല്ല. ഡൽഹിക്കൊക്കെ പോയാലും നമ്മൾ ഒരാഴ്ചത്തെ അവധി എന്ന് പറഞ്ഞാൽ ആരുമില്ല. രാത്രി കിടക്കുന്ന പുള്ളിയോട് പറഞ്ഞിട്ട് പോളും. അല്ലെ പുള്ളികളെ കൂടിയേക്കാം നമുക്ക്. പുള്ളി പോരിയല്ല, പുള്ളിക്ക് പോരത്തില്ല. കട അടച്ചിട്ട് പോരത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.